ഒടുവിൽ അത് സംഭവിക്കുന്നു. ഗതികെട്ട പാകിസ്ഥാൻ ഇന്ത്യയുമായി സൗഹൃദത്തിനായി വീണ്ടും താണുകേൺ അപേക്ഷിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കശ്മീർ വിഷയമൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, അതെല്ലാം എങ്ങനെയായിരുന്നാലും ചർച്ചയിലൂടെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് പറയുന്നത്. ഇത് അവിശ്വസനീയമായ നിമിഷമാണ് എന്നാണ് ഇന്ത്യ തന്നെ പറയുന്നത്. ഇന്ത്യയുടെ സോഷ്യൽ മീഡിയ എക്സ് പ്ലാറ്റ്ഫോമുകളിലടക്കം വലിയ രീതിയിലുള്ള ഞെട്ടലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോ എന്നാണ് പല ആൾക്കാരും ചോദിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യയുമായി സംസാരിക്കാനും സൗഹൃദം ആരംഭിക്കാനും ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന് യാതൊരുവിധ നിവൃത്തിയുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യ താലിബാനുമായി കൂടുതൽ അടുക്കുന്നു, ആ താലിബാൻ പാകിസ്ഥാനെ പിളർത്താനായി ശ്രമിക്കുന്നു. പാകിസ്ഥാൻ ആണെങ്കിൽ താലിബാന്റെ ഈ ശല്യം കൊണ്ട് പൊറുതിമുട്ടുന്നു. തൊട്ടപ്പുറത്ത് ബലൂചിസ്ഥാനുണ്ട്, ബലൂചിസ്ഥാനും പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ടു പോകാനായി ഒരുങ്ങുന്നു. ഇന്ത്യയാണ് രഹസ്യമായി ഇവർക്ക് രണ്ടുപേർക്കും ഫണ്ട് ചെയ്യുന്നതെന്ന് പാകിസ്ഥാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പാകിസ്ഥാനെ അടപടലം ഇന്ത്യ ഞെരുക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് ഇന്ത്യയുടെ മുമ്പിൽ സൗഹൃദമാണ് ഇനി വഴി എന്ന് പറഞ്ഞ് കൈ നീട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള നീക്കം കാരണം ചൈനയ്ക്ക് പോലും പാക് അധീന കശ്മീരിലൂടെ തങ്ങളുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള സെപ്പക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യയെ തകർക്കാനായി ബംഗ്ലാദേശിന് ഫണ്ട് കൊടുക്കാൻ പാകിസ്ഥാൻ നിരന്തരം ശ്രമിച്ചു. ബംഗ്ലാദേശിലെ കലാപത്തെ മുതലെടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പാക് ചാരസംഘടനയായിട്ടുള്ള ISI പോയിട്ടുണ്ട്. ISI അവിടെ നമ്മുടെ ചിക്കൻ നെക്കിന് അടുത്തുള്ള റംഗ്പൂർ ജില്ലയിൽ വന്ന് തമ്പടിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കമുള്ള മാധ്യമങ്ങൾ കൊടുത്തതാണ്. അങ്ങനെ തമ്പടിക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നിരുന്നു. എന്നാൽ ISI ഭീകരൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ നിന്ന് പാക് പട്ടാളം ബംഗ്ലാദേശിലേക്ക് കുടിയേറുമ്പോൾ പാകിസ്ഥാൻ പിളരുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പാകിസ്ഥാൻ യാതൊരു ഗതിയുമില്ലാത്ത അവസ്ഥയാണ്. പാകിസ്ഥാനിൽ നിരന്തരം പട്ടാളക്കാർ മരിച്ചു വീണുകൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും ഞങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. പാകിസ്ഥാനിൽ 17-18 പട്ടാളക്കാരാണ് കൂട്ടമരണത്തിലേക്ക് പോയത് ബലൂച്ച് ആർമിയുമായുള്ള പോരാട്ടത്തിനിടയിൽ. ബലൂച്ച് ആർമി അവിടെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുന്നു. പാകിസ്ഥാന്റെ ബെൽട്ടാൻ റോഡിന്റെ പൊൻതൂവലായിട്ടുള്ള ഗ്വാദ്വാർ തുറമുഖത്തിൽ പോലും ചൈനയ്ക്ക് വലിയ രീതിയിൽ പണി ചെയ്യാൻ സാധിക്കുന്നില്ല. ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പാകിസ്ഥാൻ അടപടലം വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലാണ് ഇന്ത്യയുടെ കരങ്ങൾ പിടിക്കാൻ ഇന്ത്യയുടെ അടുത്തേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതായത് കശ്മീർ വിഷയം ഞങ്ങൾക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ താല്പര്യമുണ്ട്. ഇന്ത്യയും നേരത്തെ ഇത് ചർച്ചയ്ക്കായി മുന്നോട്ട് വെച്ചതാണ്. എന്നാൽ പാകിസ്ഥാൻ ആ കരങ്ങൾ തട്ടിത്തെറിപ്പിച്ച് പോയതാണ്. ഇന്ത്യ ആ സമയം പിന്നീട് പാകിസ്ഥാനെ മൈൻഡ് പോലും ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടായി. 2019 നിങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് പാകിസ്ഥാനാണ് ഞങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിച്ചത് എന്ന് ജയശങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹം. അമേരിക്കയിൽ വെച്ചാണ് ഈ കാര്യം പറഞ്ഞത്. പാകിസ്ഥാൻ തന്നെ ഇനി വേണമെങ്കിൽ ഞങ്ങളോട് സംസാരിക്കട്ടെ, വ്യാപാര ബന്ധം വേണമെങ്കിൽ അവർ ഞങ്ങളോട് സംസാരിക്കട്ടെ എന്നാണ് ജയശങ്കർ പറഞ്ഞത്. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണോ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഷഹബാസ് ഷെരീഫ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കാൻ കാരണം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും മുസാഫാബാദിൽ പാക് അധിനിവേശ കശ്മീർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുമായുള്ള സംഭാഷണത്തിലൂടെ കശ്മീർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം, വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കണം, ഞങ്ങൾക്ക് അല്ലാതെ വേറെ വഴിയില്ല, കശ്മീർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കും. 2019 ഫെബ്രുവരി 5 സംഭവത്തിൽ നിന്ന് ഇന്ത്യ പുറത്തു വരികയും ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റുകയും ചർച്ചകൾ ആരംഭിക്കുകയും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി അവസാനിപ്പിക്കുകയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ വിഭജിക്കുകയും ചെയ്ത ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ കുറിച്ചും ഷഹബാസ് ഷെരീഫ് തന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ വളരെ പോസിറ്റീവ് ആസ്പെക്റ്റിലാണ് പറഞ്ഞത്. ഇതൊരു വലിയ സൂചനയാണ്. ഇരു കൂട്ടർക്കും മുന്നോട്ടുള്ള വഴി ചർച്ചയാണ് എന്നാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.